മീനമാസത്തിലെ കൊടും ചൂട്. സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാൻ ഫാനും എ സിയും മുതൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം വരെ വിപണിയിൽ സുലഭമാണ്. വേണ്ടുവോളം ശീതളപാനീയങ്ങളും. ഇതെല്ലാം നമ്മൾ മനുഷ്യരുടെ കാര്യം. പക്ഷിമൃഗാദികൾക്കുമില്ലേ ചൂടും ദാഹവുമെല്ലാം. ഒരിറ്റ് ജലത്തിനു വേണ്ടി അവറ്റകൾ എത്രയോ ദൂരം സഞ്ചരിക്കുന്നു. ഈ ചിന്തയിൽ ചൂടിൽ നിന്നും രക്ഷ നേടാനും തൊണ്ടയൊന്ന് നനയ്ക്കാനുമായി ഇവർക്കായി വീട്ടുമുറ്റത്തെ മാഞ്ചോട്ടിൽ ഒരു ചട്ടിയും അതിലിത്തിരി വെള്ളവും വച്ചു. ക്യാമറയും എടുത്ത് കണ്ണും നട്ടിരുന്നു. ആദ്യമൊന്നും പക്ഷികൾ തിരിഞ്ഞു നോക്കിയതേയില്ല. എന്നാൽ മാവിന് കൂട്ടായി അടുത്തു തന്നെ വളർന്നു വന്ന മുള്ളിലവ് മരത്തിലെ കായ്കൾ തിന്നാൻ വന്ന പക്ഷികൾ മെല്ലെ ദാഹശമനത്തിനായി വന്നെത്തി തുടങ്ങി. ഓലഞ്ഞാലിക്കിളികളാണ് ആദ്യം വന്നെത്തിയത്. രണ്ടുപേരും കൂടി വിസ്തരിച്ച് തന്നെ കുളിച്ചു. പിന്നീട് ചിന്നക്കുട്ടുറുവനും മഞ്ഞക്കറുപ്പനും പിന്നെ പേരറിയാത്ത മറ്റൊരുപാട് കുഞ്ഞിക്കിളികളും വന്നെത്തി. മനസ്സിലൊരു വേനൽ മഴ പെയ്തിറങ്ങിയ പ്രതീതി. മൺചട്ടിയിൽ കയറാനും കുളിക്കാനുമെല്ലാം പരസ്പരം മത്സരമാണിവർ. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പക്ഷിക്കൂട്ടങ്ങൾ അവരവരുടെ സമയമനുസരിച്ച് മൺചട്ടിയിലെ തെളിനീർ തേടിയെത്തി. അവ ദാഹം തീർക്കും, കുളിക്കും. കുളി കഴിഞ്ഞ് മുള്ളിലവ് മരത്തിലിരുന്ന് ചിറകിലെ വെള്ളം കുടഞ്ഞ് തൂവലുകൾ വൃത്തിയാക്കും. പരസ്പരം കൊക്കുരുമി സ്നേഹം പ്രകടിപ്പിക്കും. ചില പക്ഷികളാകട്ടെ ആർക്കും ശല്യമുണ്ടാക്കാതെ സ്വന്തം കാര്യം നോക്കി വേഗം സ്ഥലം കാലിയാക്കും. കുളിക്കാൻ മടിയുള്ളവർ ഇത്തിരി വെള്ളം കുടിച്ച് ഒന്ന് തല മാത്രം നനച്ച് പറന്നു പോകും. തൻ്റെ നിറത്തെ ചൊല്ലി നാട്ടിൽ നടക്കുന്ന വിവാദം അറിഞ്ഞാണോ എന്തോ ഒന്ന് കുളിച്ചു വെളുക്കാമെന്ന് കരുതി കാക്കയും കുളിക്കാനെത്തി. മനസ്സ് കറുത്തവർ എന്തു പറഞ്ഞാലും തൻ്റെ നിറം തന്നെയാണ് തൻ്റെ അഭിമാനമെന്ന ചിന്തയിൽ ഒരു കാക്കക്കുളി പ്രതീക്ഷിച്ച എന്നെ നിരാശനാക്കി കാക്കച്ചി കുളിക്കാതെ പ്രതിഷേധത്തോടെ പറന്നുപോയി. കുളിമേളങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ഒളിഞ്ഞിരുന്ന് കിളികളുടെ കുളിസീൻ പിടിച്ച ഓന്തണ്ണൻ ഇനി അടുത്ത കുളിക്കടവിലേക്ക് നീങ്ങാമെന്ന ഉദ്ദേശത്തോടെ മെല്ലെ സ്ഥലം കാലിയാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 1 കേരള.